മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈശോ നമ്മളെ പ്രത്യേകമായി അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളെയെല്ലാം സന്തോഷത്തിലേക്ക് വിളിച്ചിരിക്കുന്ന സമയമാണ്. ആ കർത്താവിന് നമുക്ക് നന്ദി പറയാം, കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, കർത്താവിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ജീവചൈതന്യം നമ്മുടെ ജീവിതത്തെ ഇന്നേ ദിവസം വഴി നടത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവരെയും പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിയോഗമായി നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാ രോഗികളെയും നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കിടപ്പ് രോഗികളുണ്ട്, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി അനേക വർഷങ്ങളായി കിടപ്പിലായിരിക്കുന്നവരുണ്ട്, മറ്റു പല രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. രോഗികളായ സകലരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അവരെ എല്ലാവരെയും സൗഖ്യദായകനായ ഈശോയെ സൗഖ്യപ്പെടുത്തണമേ എന്ന് നമുക്കെല്ലാ രോഗികൾക്കും വേണ്ടി ഇന്നത്തെ ദിവസം പ്രത്യേകം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിന് നിറവും സമാധാനവും സ്നേഹവും നമ്മിൽ നിറയും. ഈ ശുശ്രൂഷകളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഉണ്ടാകുവാനായി നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടും അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മിൽ നിറയുവാൻ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം ശ്രവിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിറവിന് വേണ്ടിയിട്ട് നമ്മെ തന്നെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ഒരു നിമിഷം പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ച് തിരുവചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. സുഭാഷിതങ്ങൾ 3, 5, 6 തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ. നിനക്ക്
വഴി അവൻ തെളിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരല്പസമയം ധ്യാനിക്കുന്നു. വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ കർത്താവിൽ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ ഹൃദയത്തെ നീ സമർപ്പിക്കുക. അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. പൂർണ്ണതയിൽ ദൈവത്തിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ നീ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം പറയുന്നുണ്ട്, നിന്റെ ബുദ്ധിയെ നീ ആശ്രയിക്കരുത്. നിന്റെ ബുദ്ധിയിലും നിന്റെ ശക്തിയിലും നീ ആശ്രയിക്കരുത്. കാരണം നമുക്ക് വഴി തെളിച്ചു തരുന്നവൻ ദൈവമാണ്. അവൻ വഴി കാണിക്കുന്നവനാണ്, വഴി നടത്തുന്നവനാണ്. അതിനാൽ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ശക്തിയോ നമ്മുടെ സാമർഥ്യമോ അല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് കർത്താവിൻ്റെ പ്രത്യേകമായ സംരക്ഷണമാണ്. അവനിൽ വിശ്വാസം അർപ്പിച്ച് അവൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നവരായി നാം മാറിയാൽ നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം നിറയും, സമാധാനം നിറയും. നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതാണ് ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷവും കടന്നു വരുന്ന എല്ലാ സഹനങ്ങളും വേദനകളും അനുഗ്രഹങ്ങളാണ് എന്ന ചിന്തയോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ വിശ്വാസം അർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ദൈവപദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിലേ ശരിയായിട്ടുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശരിയായ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവപദ്ധതിയെ പൂർണ്ണമായും സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവർ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവുകളിലും ആശ്രയിക്കും. അത് അവസാനം അവരെ പരാജയത്തിലെത്തിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞ് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കണമെന്ന്. പൂർണ്ണതയിൽ വിശ്വാസം അർപ്പിക്കണം. നാം ചെയ്യുന്ന ഓരോ കാര്യവും ദൈവവിചാരത്തോടെ ദൈവിക ചിന്തയോടെ നാം ചെയ്യുകയും വേണം. നമ്മൾ എല്ലാ ദിവസവും പലതരത്തിലുള്ള പണികളിൽ ഏർപ്പെടുന്നവരാണ്. പലതരത്തിലുള്ള പണികളിൽ പലതരത്തിലുള്ള ശുശ്രൂഷകളിൽ നാം ഏർപ്പെടാറുണ്ട്. എന്നാൽ അതെല്ലാം എത്തരം മനോഭാവത്തോടെയാണ് നാം ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളൊരു പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ വൈകുന്നേരം വിശ്രമിക്കുന്ന സമയം വരെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പണികളിലും പലതരത്തിലുള്ള ശുശ്രൂഷകളിലും നാം കടന്നു പോകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സ്വന്തം കഴിവുകൾ അനുസരിച്ച് നമ്മുടെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് വചനം പഠിപ്പിക്കുക. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം നാം ചെയ്യുമ്പോൾ ദൈവവിചാരത്തോടെ കർത്താവിലുള്ള വിശ്വാസത്തോടെ ആഴമായ ബോധ്യത്തോടെ കർത്താവിനോട് ചേർന്ന് നിന്ന് നാം ചെയ്തു കഴിഞ്ഞാൽ അവിടെ വലിയ അനുഗ്രഹങ്ങൾ നിറയുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു മനോഭാവം ഉണ്ടാവുന്നത്. ഈ മനോഭാവം ഉണ്ടെങ്കിലേ ശരിയായ സന്തോഷം നമുക്കുണ്ടാവുകയുള്ളൂ. ചെയ്യുന്ന ഓരോ കാര്യത്തിലും വഴി നടത്തുന്നവനുണ്ട് എന്ന ബോധ്യം, ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മിൽ കടന്നു വരുന്ന മറ്റൊരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ് നിരാശ. നിരാശ കടന്നു വന്ന് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങും. നിരാശ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യും.
ദൈവിക പദ്ധതിയെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്നതെല്ലാം അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യനുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അങ്ങനെ പലതരത്തിൽ അവന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഒരു നാട്ടുവഴിയിലൂടെ ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കാണുകയാണ്. അപ്പോൾ ഈ ചെളിവെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം കണ്ട് ഗുരുവും ശിഷ്യനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നു. വേഗം ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ ആ വെള്ളത്തിലേക്ക് നോക്കുക, എന്നിട്ട് നീ എന്ത് കാണുന്നു എന്ന് പറയാൻ പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശിഷ്യൻ വേഗം ആ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഗുരു, ചെളിവെള്ളം കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുക. അപ്പോൾ വീണ്ടും ഗുരു പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ഒരു പണി ചെയ്യുക, നിന്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ധ്യാനാത്മകമായി ഒന്ന് ചിന്തിച്ച് ആ ഒരു ശ്രദ്ധയോടുകൂടി നീ വീണ്ടും ആ ചെളിവെള്ളത്തിലേക്ക് നോക്കിയിട്ട് എന്ത് കാണുന്നു എന്ന് പറയാൻ പറയുക. അപ്പോൾ ശിഷ്യൻ വേഗം തന്നെ തൻ്റെ ജീവിതത്തെ ഒന്ന് ശാന്തമാക്കി, മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ദൈവികമായ ഒരു ഭാവത്തോടെ ആ ചെളിവെള്ളത്തിലേക്ക് നോക്കാൻ തയ്യാറായി. ഒരല്പസമയം കഴിഞ്ഞ് ശിഷ്യൻ പറയുകയാണ്, ഞാനിതാ നീല ആകാശം ആ വെള്ളത്തിൽ കാണുന്നു എന്ന്. ഉടൻ തന്നെ ഗുരുവിന് സന്തോഷമായി. ഗുരു ചെറുപുഞ്ചിരിയോടെ അവിടെ നിൽക്കുകയാണ്. ശിഷ്യന് അതിലേറെ സന്തോഷമായി തീരുകയാണ്. തന്നിലേക്ക് തന്നെ നോക്കുവാനും തന്നെ തന്നെ ശാന്തമാക്കുവാനും തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ ശിഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സന്തോഷം കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വേദനകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെ യേശുവിനോട് ചേർത്ത് വെച്ച് ഒന്ന് ശാന്തമായി അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനും വിശകലനം ചെയ്യുവാനും പഠിക്കുവാനുമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒരിക്കലും ആരിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നതല്ല, അത് നിത്യമായി നിലനിൽക്കുന്നതായിരിക്കുമെന്ന് ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ സഹനത്തിലും ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് പൂർണ്ണതയിൽ അതിൽ നിന്ന് വരുന്ന അനുഗ്രഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചെയ്യുന്ന ഓരോ കാര്യവും ദൈവവിചാരത്തോടെ ചെയ്യുമ്പോൾ ദൈവം അവിടെ അവരോടൊത്തുണ്ടാവും. അപ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നൊരു ബോധ്യം അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം കർത്താവ് നൽകിയ ഒരു അനുഗ്രഹം പൂർണ്ണതയിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആത്മീയമായി വളരുവാനും ദൈവസ്നേഹത്തിൻ്റെ നിറവിലായി തീരുവാനും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം ഈ വചനം നമ്മളെ വഴി നടത്തട്ടെ. അതിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമാറാകട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് മൗനമായി ഒരു നിമിഷം നമ്മെ തന്നെ ശാന്തമാക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗം പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പലതര രോഗപീഠകളാൽ കഷ്ടപ്പെടുന്ന രോഗികളെയൊക്കെ ഓർക്കാം. ആ രോഗത്തിൻ്റെ സഹനങ്ങളിൽ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കാൻ, സ്വന്തം കഴിവിലോ ശക്തിയിലോ ആരോഗ്യത്തിലോ അല്ല, മറിച്ച് ഇതെല്ലാം നൽകിയ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ ഈശോയെ അവരെല്ലാം അനുഗ്രഹിക്കണമേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. അതുപോലെ തന്നെ ഇന്ന് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് നാം ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ
അതെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാം ദൈവവിചാരത്തോടെ ആരംഭിക്കുവാൻ, ദൈവവിചാരത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈശോയെ കൃപ ചൊരിയണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സകല മാലാഖമാരുടെയും പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നമുക്ക് യാചിക്കാം. സകല വിശുദ്ധരുടെയും സംരക്ഷണവും മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധർ, അവരുടെ പ്രാർത്ഥനാ സഹായം യാചിക്കാം. അതേപോലെ തന്നെ ഇടവകയുടെ മധ്യസ്ഥരായിട്ടുള്ള വിശുദ്ധർ ഉണ്ട്, അവരുടെ പ്രത്യേക പ്രാർത്ഥനാ സഹായം യാചിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും അവരുടെ എല്ലാം പ്രാർത്ഥനയോട് ചേർത്ത് സമർപ്പിക്കാം. അതുപോലെ തന്നെ മരിയൻ കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് ഇന്നേ ദിവസം നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് അവരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഗുഡ്നസ് ചാനലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെയും അതുപോലെ തന്നെ ധ്യാനകേന്ദ്രത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ഗുഡ്നസ് ചാനലിനെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകുവാനും ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലും ദൈവികമായിട്ടുള്ള ശക്തിയും നമ്മിൽ നിറയുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുവാനുമായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം.
തിരുസഭയോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും എല്ലാ വൈദികരോടും സന്യസ്തരോടും സമർപ്പിതരോടും ചേർന്ന്, അതുപോലെ തന്നെ ദൈവജനത്തോടും ചേർന്ന് പ്രാർത്ഥനയിൽ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.